നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സൗദിയിൽ മലയാളി യുവാവ് അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചു. കാസർഗോഡ് കുറ്റിക്കോൽ സ്വദേശി മുഹമ്മദ് ബഷീറാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ദക്ഷിണ സൗദിയിൽ അസീർ മേഖലയിലെ ബിഷയിലാണ് ദാരുണമായ സംഭവമുണ്ടായത്. കാസർഗോഡ് കുറ്റിക്കോൽ ഏണിയാടി സ്വദേശി കുമ്പക്കോട് മുഹമ്മദ് ബഷീറാണ് വെടിയേറ്റ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ അജ്ഞാതന്റെ വെടിയേറ്റാണ് മരിച്ചത് എന്നാണ് റിപ്പോർട്ട്. ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന മുഹമ്മദ് ബഷീർ വാഹനം കഴുകുന്നതിനിടെ അജ്ഞാതർ വെടിവെച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് കരുതുന്നത്. ആരാണ് ഇതിന് പിന്നിലെന്നോ കാരണം എന്താണെന്നോ വ്യക്തമല്ല. ബിഷയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ റാനിയ കുർമ റോഡിൽ ഇദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് വെച്ചാണ് സംഭവമുണ്ടായത്. ശബ്ദം കേട്ട് സമീപത്തുള്ളവർ എത്തിയപ്പോൾ മുഹമ്മദ് ബഷീർ വെടിയേറ്റ് കിടക്കുന്നതാണ് കണ്ടത്. സമീപത്തുള്ള ഈജിപ്ഷ്യൻ പൗരൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തോളമായി സൗദിയിൽ ജോലി ചെയ്യുകയാണ് മുഹമ്മദ് ബഷീർ. ഭാര്യയും 3 കുട്ടികളുമുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. കുവൈറ്റിൽ ബഹുനില കെട്ടിടത്തിൽ വൻ തീപിടുത്തം. 6 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു. അതേസമയം മരിച്ചവരുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇന്ന് രാവിലെ 4 മണിയോടെയാണ് ദാരുണമായ സംഭവം നടന്നത്. കുവൈറ്റിലെ റിഗൈ പ്രദേശത്തെ ബഹുനില ഫ്ളാറ്റിലെ മുകളിലത്തെ നിലയിൽ നിന്ന് തീ പടരുകയായിരുന്നു. വിവരം ലഭിച്ച ഉടൻ ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ അർദിയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനയും സെർച്ച് ആൻഡ് റെസ്ക്യൂ വിഭാഗവും സ്ഥലത്തെത്തുകയും ഉടൻ തീ അണയ്ക്കുകയും ചെയ്തതായും അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ 6 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇവർ ഏത് നാട്ടുകാരാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. സംഭവത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായും അധികൃതർ അറിയിച്ചു. പലരും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ താഴേക്ക് ചാടിയതിനാലാണ് ഗുരുതരമായി പരിക്കേറ്റത്. അതേസമയം കെട്ടിടത്തിലെ മുഴുവൻ താമസക്കാരെയും അധികൃതർ ഒഴിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി കുവൈറ്റ് സിവിൽ ഡിഫൻസ് അധികൃതരും ആഭ്യന്തര മന്ത്രാലയവും അറിയിച്ചു. 24 കുവൈറ്റ്. കുവൈറ്റിലെ റിഗൈ പ്രദേശത്തെ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലുള്ളവരെ ഫർവാനിയ ഗവർണർ ഷെയ്ഖ് അത്ബി അൽ നാസർ സന്ദർശിച്ചു. തീപിടുത്തത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കാനും പരിക്കേറ്റവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും നൽകാനും അധികാരികൾക്ക് നിർദ്ദേശം നൽകി. തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6 ഉയർന്നതായും ചികിത്സയിൽ കഴിയുന്ന 5 പേരുടെ നില ഗുരുതരമാണെന്നും കുവൈറ്റ് ഫയർഫോഴ്സിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ ഗരീബ് അറിയിച്ചു. മരിച്ചവരിൽ 5 പേർ സുഡാൻ പൗരന്മാരാണ്. ഹജ്ജിന്റെ ഭാഗമായി പരിശോധന ശക്തമാക്കി പോലീസ്. മക്കയിലും പ്രവേശന കവാടങ്ങളിലും പഴുതടച്ച പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്ത 2,70,000 പേരെയാണ് ഇതിനോടകം പോലീസ് പിടികൂടിയത്. അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ തടയാൻ മക്കയ്ക്ക് പുറമെ മക്കയിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. ഹജ്ജ് പെർമിറ്റോ മക്കയിൽ ജോലി ചെയ്യാനുള്ള പെർമിറ്റോ ഇല്ലാത്ത നിരവധി വിദേശികളെ പിടികൂടി. പെർമിറ്റില്ലാത്ത 2,69,000 പേരെ ഇതിനകം പിടികൂടിയതായി പൊതുസുരക്ഷാ വിഭാഗം അറിയിച്ചു. ഇതിൽ ഭൂരിഭാഗം പേരെയും ചെക്ക് പോയിന്റുകളിൽ നിന്ന് തിരിച്ചയച്ചു. പെർമിറ്റില്ലാത്തവർക്ക് യാത്രാ സഹായം നൽകിയ 1,09,000 വാഹനങ്ങൾ പിടികൂടി. നിയമലംഘകർക്ക് യാത്രാ സഹായം നൽകിയ 1,200 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിനു പുറമെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 415 വ്യാജ ഹജ്ജ് ഓഫീസുകൾ അടച്ചുപൂട്ടിയതായും പോലീസ് അറിയിച്ചു. 75,000 നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുകയും ശിക്ഷാ നടപടി സ്വീകരിക്കുകയും ചെയ്തു. അനധികൃതമായി ഹജ്ജിന് ശ്രമിച്ചാൽ 20,000 റിയാലാണ് പിഴ. ഇവർക്ക് യാത്രാ സഹായമോ താമസ സൗകര്യമോ നൽകിയാൽ 1,00,000 റിയാൽ പിഴ ലഭിക്കും. കൂടാതെ വിദേശികളെ നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് 10 വർഷത്തെ വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. ജലീൽ കണമകലം, 24 ജിദ്ദ. റഷ്യൻ വ്യോമതാവളങ്ങളിൽ യുക്രൈൻ ആക്രമണം. ഒരേ സമയം 4 കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. 40ഓളം യുദ്ധവിമാനങ്ങൾ തകർത്തെന്ന് യുക്രൈൻ അവകാശവാദം ഉന്നയിച്ചു. ആക്രമണം റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടിയന്തര യോഗം വിളിച്ചു. സൈബീരിയയിലെ ഇൻകുർസ്ക് ഒബാസ്റ്റിലെ ബെലായ വ്യോമതാവളത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിന്റെയും വിമാനങ്ങൾ കത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ യുക്രൈൻ പുറത്തുവിട്ടു. നാളെ ഇസ്താംബുളിൽ 2ാം റൗണ്ട് സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് യുക്രൈന്റെ കനത്ത ആക്രമണം. ഇന്നലെ യുക്രൈനെതിരെ റഷ്യ 472 ഡ്രോണുകളും 7 ബാലിസ്റ്റിക് മിസൈലുകളും തൊടുത്തിരുന്നു. ട്രക്കുകളിൽ നിന്നാണ് ഡ്രോണുകൾ തൊടുത്തതെന്നാണ് വിവരം. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്ന പേരിലായിരുന്നു ആക്രമണം. ബഹ്റൈൻ സമ്മർ ടോയ് ഫെസ്റ്റിവൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. ഹാരി പോട്ടർ, വാൻകോ തുടങ്ങിയ ഉൾപ്പെടെയുള്ള മികച്ച അന്താരാഷ്ട്ര കളിപ്പാട്ട ബ്രാൻഡുകൾ പ്രദർശനത്തിനായി എത്തും.
ബഹ്റിൻ സമ്മർ ടോയ് ഫെസ്റ്റിവൽ 2025 ജൂലൈ 1 എക്സിബിഷൻ വേൾഡ് ബഹ്റിനിൽ ആരംഭിക്കും. ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി സംഘടിപ്പിക്കുന്ന ഈ ആഘോഷം 1 മാസം വരെ നീണ്ടുനിൽക്കും. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 മണി വരെയും വാരാന്ത്യങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 10 വരെയുമായിരിക്കും ടോയ് ഫെസ്റ്റിവലിന്റെ പ്രവർത്തന സമയം. സന്ദർശകർക്ക് നിരവധി ഓഫറുകൾ സ്വന്തമാക്കാനുള്ള അവസരവും സംഘാടകർ നൽകുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള നിരവധി അന്താരാഷ്ട്ര ഷോകളും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. കരകൌശല പ്രവർത്തനങ്ങളിൽ താൽപര്യമുള്ളവർക്ക് പ്രത്യേക കോർണർ, കളിപ്പാട്ട പ്രേമികൾക്ക് ഹാരി പോട്ടർ, വാൻകോ തുടങ്ങിയവയും, അന്താരാഷ്ട്ര നാടക പ്രകടനങ്ങൾ, ടേപ്പ് സ്ട്രിയാൽ, സുവനീറുകൾ, സമ്മാനങ്ങൾ വാങ്ങാനുള്ള അവസരം എന്നിവ ഈ പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ്. കുട്ടികളുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന 25 പ്രശസ്ത അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ അവതരണങ്ങളും ഈ പ്രദർശനത്തിൽ ഉണ്ടായിരിക്കും. 24 ബഹ്റൈൻ. ജിദ്ദയിൽ പത്തനംതിട്ട ജില്ലാ സംഗമം 16ാമത് വാർഷികം ആഘോഷിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സാമൂഹിക ജീവകാരുണ്യ വിദ്യാഭ്യാസ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. വൈവിധ്യമാർന്ന കലാപരിപാടികളാൽ സമ്പന്നമായിരുന്നു പത്തനംതിട്ട ജില്ലാ സംഗമത്തിന്റെ അമൃതോത്സവം 2025. ജിദ്ദയിലെ പ്രമുഖ കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്തങ്ങളും സംഗീത വിരുന്നും സദസ്സ് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അജിത് നീർവിളാകന്റെ രചനയിൽ സന്തോഷ് കടമ്പനിട്ടയുടെ സംവിധാനത്തിൽ PJ's ഡ്രാമ ടീം അവതരിപ്പിച്ച നൃത്ത സംഗീത നാടകം കഥാനായകൻ സദസ്സിന് നവ്യാനുഭവം പകർന്നു. വിവിധ കാലഘട്ടങ്ങളിലെ നായക സങ്കല്പങ്ങളെ അരങ്ങിലെത്തിച്ച നാടകം അവതരണ ഭംഗി കൊണ്ട് ശ്രദ്ധേയമായി. ഈ സദസ്സിനെ സാക്ഷിയാക്കി നമ്മുടെ കുലദൈവം പോർത്തിരി ദേവിയെ സാക്ഷിയാക്കി വയ്യൂർ മലനായരുടെ ഭാഗിനെയും ആവിഞ്ഞാട്ട് കുഞ്ഞാണിയെ നാം ജീവിതസഖിയായി സ്വീകരിക്കുന്നു. പ്രസിഡന്റ് സന്തോഷ് നായരുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ഇന്ത്യൻ കോൺസുലേറ്റിലെ കോൺസൽ മുഹമ്മദ് ഹാഷിം ഉദ്ഘാടനം ചെയ്തു. ഉല്ലാസ് കുറുപ്പ് മെമ്മോറിയൽ അവാർഡ് ജാഫർലി പാലക്കോടിനും, ഷാജി ഗോവിന്ദ് അവാർഡ് ഡോക്ടർ ഷിബു തിരുവനന്തപുരത്തിനും, PJ's വിദ്യാഭ്യാസ അവാർഡ് ആർദ്ര അജയകുമാറിനും സമ്മാനിച്ചു. ആതുര സേവനത്തിന് സജി ജോർജിനെയും ബിജി സജിയെയും ആദരിച്ചു. 2025-26 വർഷത്തെ പുതിയ ഭരണസമിതിയെ യോഗത്തിൽ പ്രഖ്യാപിച്ചു. നൌഷാദ് ഇസ്മായിൽ സ്വാഗതവും ജോർജ് വർഗീസ് നന്ദിയും പറഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ. കുവൈറ്റിലെ അബ്ബാസിയയിൽ അനധികൃതമായി ഹോമിയോ ക്ലിനിക്ക് നടത്തിയ മലയാളി വീട്ടമ്മ പിടിയിലായി. അബ്ബാസിയയിൽ 10 വർഷത്തിലധികമായി അനധികൃതമായി ക്ലിനിക്ക് നടത്തുകയായിരുന്നു. അലോപ്പതി മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ ഭയന്ന് മലയാളികൾ ഉൾപ്പെടെ നിരവധി രോഗികളാണ് ഇവരുടെ ക്ലിനിക്കിൽ ചികിത്സ തേടി എത്തിയിരുന്നത്. 5 കുവൈറ്റ് ദിനാറാണ് ഇവർ രോഗികളിൽ നിന്ന് ഫീസായി വാങ്ങിയിരുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മരുന്നുകൾക്ക് പുറമെ പ്രാദേശിക ഫാർമസികളിൽ നിന്ന് വാങ്ങുന്ന ഇംഗ്ലീഷ് മരുന്നുകളും രോഗികളുടെ ചികിത്സയ്ക്കായി താൻ ഉപയോഗിച്ചിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇവർ സമ്മതിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തിരികെ വാർത്തകളിലേക്ക്. നിലമ്പൂരിൽ ചതുഷ്കോണ പോര്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനം. VD സതീശൻ ധിക്കാരിയാണെന്നും PV അൻവർ വിഷയം വഷളാക്കിയത് പ്രതിപക്ഷ നേതാവിന്റെ പിടിവാശിയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വിമർശനത്തെ പിന്തുണച്ചു. ഇങ്ങനെ പോയാൽ മാറി ചിന്തിക്കേണ്ടി വരുമെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. ഇന്ന് മലപ്പുറത്ത് ചേർന്ന ലീഗ് യോഗത്തിലാണ് രൂക്ഷ വിമർശനം. ലീഗ് നേതാക്കളും നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള MLA മാർ അടക്കമുള്ളവരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. PV അൻവറിന്റെ മുന്നണി പ്രവേശനം മുടങ്ങിയതിന് പ്രതിപക്ഷ നേതാവ് VD സതീശന് കടുത്ത വിമർശനം. VD സതീശന് ധിക്കാരമെന്നും മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്നും KM ഷാജി വിമർശിച്ചു. ലീഗ് മധ്യസ്ഥത വഹിച്ചാൽ പ്രശ്നം തീരുമെന്ന സ്ഥിതി ഇല്ലാതെയാക്കിയെന്നും അഭിപ്രായമുയർന്നു. PV അൻവറിനെ സഹകരിപ്പിക്കാമെന്ന UDF യോഗത്തിൽ തീരുമാനിച്ചിട്ടും VD സതീശൻ പ്രഖ്യാപനം നടത്തിയില്ല. സതീശന്റെ അനാവശ്യ പിടിവാശി വിഷയം വഷളാകാൻ കാരണമായെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. PV അൻവറുമായി ഇനി ചർച്ചയില്ലെന്ന് നേതൃത്വം നിലപാടെടുത്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചയ്ക്ക് പോയത് നാണക്കേടുണ്ടാക്കി. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ വിമർശനത്തെ പിന്തുണച്ചു. ഇങ്ങനെ പോയാൽ മാറി ചിന്തിക്കേണ്ടി വരുമെന്നും
മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വിളിക്കട്ടെ, ബാക്കി അപ്പോൾ പറയാമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉപതെരഞ്ഞെടുപ്പിനെ മോശമായി ബാധിക്കുമെന്നും ലീഗ് നേതൃയോഗം വിലയിരുത്തി. PV അൻവറിനെതിരെയും വിമർശനമുണ്ടായി. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ PV അൻവറിന്റെ പരസ്യ ഇടപെടൽ ശരിയായില്ല. അൻവർ VS ജോയിയുടെ പേര് പ്രഖ്യാപിക്കാൻ പാടില്ലായിരുന്നുവെന്നും വിമർശനം. PV അൻവർ മത്സരിച്ചാലും നിലമ്പൂരിൽ UDF-ന് വിജയസാധ്യതയുണ്ടെന്നും യോഗം വിലയിരുത്തി. നിലവിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള പോസിറ്റീവായ അഭിപ്രായങ്ങളും ചർച്ചകളുമാണ് യോഗത്തിലുണ്ടായത്. അല്ലാതെ ഏതെങ്കിലും നേതാക്കളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചുള്ള ഒന്നുമുണ്ടായില്ല. ആ രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. 24 നിലമ്പൂർ. നിലമ്പൂരിലെ LDF കൺവെൻഷനിൽ PV അൻവറിനെ കടന്നാക്രമിച്ചും വികസന നേട്ടങ്ങൾ നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് അൻവറിന്റെ വഞ്ചനയെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. കാട്ടുകള്ളൻ വീരപ്പൻ ചൂണ്ടിക്കാട്ടിയ മരം മുറി നടന്നത് UDF-ന്റെ ഭരണകാലത്താണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. LDF-ന്റെ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രചാരണ പരിപാടികൾ തുടങ്ങിയത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ച മുഖ്യമന്ത്രി തുടർഭരണത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. UDF-നെ കാര്യമായി വിമർശിച്ച മുഖ്യമന്ത്രി അവരുടെ ഭരണകാലത്തെ അഴിമതി ചൂണ്ടിക്കാണിക്കാൻ കാട്ടുകള്ളൻ വീരപ്പന്റെ അഭിമുഖത്തിലെ പരാമർശം ഉദ്ധരിച്ചു. മാധ്യമപ്രവർത്തകൻ വീരപ്പനെ കാട്ടിൽ പോയി കണ്ട് വാർത്ത കേട്ടിരുന്നു. അപ്പോ വീരപ്പൻ ചോദിക്കുകയാണ്, നിങ്ങള് എന്നെക്കുറിച്ച് വല്ലാതെ വാർത്തകളൊക്കെ കൊടുക്കുകയാണല്ലോ, നമ്മുടെ ഒരു മന്ത്രി തന്നെ മരം മുറിക്കുന്നത് നേതൃത്വം കൊടുക്കുകയാണല്ലോ, എന്താ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാത്തത്? ആ കാലത്ത് ആ മന്ത്രിയുടെ സഹായിയായി മരം വെട്ടുന്നതിന് അവിടെ ചെന്നതാരാണ് എന്നും കാട്ടിലേക്ക് ചെന്നതാരാണ് എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്ക് നേരെ ഉയരുന്ന ഭീഷണി ചൂണ്ടിക്കാട്ടി സംഘപരിവാറിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. ഏറ്റവും വലിയ വഞ്ചനയാണ് തെരഞ്ഞെടുപ്പിന് കാരണം എന്ന് വിമർശിച്ച മുഖ്യമന്ത്രി വാര്യംകുന്നനെ ചതിയിലൂടെ ഒറ്റുകൊടുത്ത ചരിത്ര സന്ദർഭം ഓർമ്മിപ്പിച്ച് അൻവറിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തി. ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത്. അതോടൊപ്പം തന്നെ വാര്യംകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ച ആളുടെ മണ്ണും കൂടിയാണിത്. ഇപ്പൊ നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. പൊതുപ്രവർത്തനത്തിൽ ക്ലീൻ ഇമേജുള്ള നേതാവാണ് M സ്വരാജ്. സ്വരാജ് വിജയിച്ചു വരുന്നത് കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചത്. LDF-ന് വലിയ വിജയം നൽകും എന്ന് തീരുമാനിച്ചവരോട് വോട്ട് ചോദിക്കുന്നത് ശരിയല്ലെന്ന് M സ്വരാജ്. കുതിരക്കച്ചവടമല്ല ജനാധിപത്യമെന്ന് നിലമ്പൂർ ഉറപ്പാക്കണമെന്നും M സ്വരാജ് പറഞ്ഞു. ദൃഢനിശ്ചയമെടുത്ത് ഒന്നിച്ചു കൂടിയവരോട് വീണ്ടും അങ്ങനെ അഭ്യർത്ഥിക്കുന്നത് അത്ര അത്യാവശ്യമുള്ള ഒരു കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനാധിപത്യം അർത്ഥപൂർണമാക്കാൻ കുതിരക്കച്ചവടത്തിന്റെയോ ഉപജാപങ്ങളുടെയോ മറുപേരല്ല ജനാധിപത്യം എന്നുറപ്പിക്കാൻ. ആവശ്യത്തിനനുസരിച്ച് വിവിധ സമുദായങ്ങളെ യൂസ് ആൻഡ് ത്രോ രീതിയിൽ ഉപയോഗിക്കാനുള്ള പിണറായി വിജയന്റെ കഴിവാണ് യഥാർത്ഥ വഞ്ചനയെന്ന് PV അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകി. ടീം 24 നിലമ്പൂർ. PV അൻവർ കൂടി അങ്കത്തട്ടിലെത്തിയതോടെ ചതുഷ്കോണ പോരിനൊരുങ്ങി നിലമ്പൂർ. ഒരാഴ്ചയോളം നീണ്ടുനിന്ന നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് PV അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഇരു സ്ഥാനാർത്ഥികളെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും കടന്നാക്രമിക്കുന്നതായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം. കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇനിയുള്ള 19 നാൾ പ്രചാരണം എങ്ങനെയായിരിക്കുമെന്നതിന്റെ ചൂണ്ടുപലകയായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാരോപിച്ച അൻവർ സതീശന് ഹിറ്റ്ലറിസം എന്നും പറഞ്ഞു. കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരായി ഇന്ന് തിളങ്ങി നിൽക്കുന്ന മുല്ലപ്പള്ളി സാർ ഉൾപ്പെടെ AK ആന്റണി സാർ ഉൾപ്പെടെ സുധീരൻ സാർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ നേടും ഞാൻ തീരുമാനിക്കും. ഒരു ഹിറ്റ്ലറിന്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വ്യക്തിയിൽ? ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വാതിലടച്ചു. ആര്യടൻ ഷൗക്കത്ത് വിജയിക്കില്ല. അതിനുള്ള കാരണങ്ങളായി ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ M സ്വരാജിനെതിരെയും കടുത്ത വിമർശനം ഉന്നയിച്ചു. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ബാധിക്കില്ലെന്നാണ് UDF നേതാക്കളുടെ പ്രതികരണം. ചർച്ചയുടെ വാതിലുകൾ അടഞ്ഞെന്നും നേതാക്കൾ. ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം.
ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ UDF അസോസിയേറ്റ് മെമ്പറാകുന്ന കാര്യം ആലോചിക്കാം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നും വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ വാതിലടച്ചു. PV അൻവറിന്റേത് കോൺഗ്രസിന്റെ വിഷയമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. LDFനെ ബാധിക്കില്ലെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജും പറഞ്ഞു. ഇരു മുന്നണികളെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിൽ വോട്ടുകൾ നേടാമെന്ന കണക്കുകൂട്ടലിലാണ് PV അൻവർ ക്യാമ്പ്. ടീം 24 നിലമ്പൂർ. നിലമ്പൂരിൽ സജീവ പ്രചാരണം ആരംഭിച്ച് UDF. മണ്ഡലത്തിലെ വോട്ടേഴ്സിനെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത്. UDF ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ആര്യാടൻ ഷൌക്കത്ത് 24നോട് പറഞ്ഞു. പത്രികാ സമർപ്പണത്തിന് പിന്നാലെ പ്രചാരണം ശക്തമാക്കുകയാണ് UDF. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ലഭിച്ച മുൻതൂക്കം തുടരുകയാണ് UDF ക്യാമ്പിന്റെ ലക്ഷ്യം. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത്. ചരിത്ര ഭൂരിപക്ഷത്തിൽ UDF വിജയം ഉറപ്പെന്ന സ്ഥാനാർത്ഥി. ഒരു സംശയം വേണ്ട, അത് വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ, ഞാൻ പറഞ്ഞല്ലോ, വടക്ക് തൃക്കാക്കരയിലും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലും പാലക്കാടും 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ചത് ആ ചരിത്ര വിജയമാണെങ്കിൽ നിലമ്പൂരിൽ അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊണ്ടുള്ള ഒരു വലിയ ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരുണ്ടാവും. മണ്ഡലത്തിൽ സാഹചര്യം അനുകൂലമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. അൻവറിന്റെ നിലപാട് വിജയത്തെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസവും UDF ക്യാമ്പിനുണ്ട്. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളിപ്പോൾ അവിടെ LDF UDF മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയെ ആര്യാടൻ ഷൌക്കത്തിനെ വിജയിപ്പിക്കാനുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഭാരവാഹികൾ, ചുമതലയുള്ളവർ, MLAമാർ എല്ലാവരുടെയും യോഗം ഞങ്ങൾ വിളിച്ചിരിക്കുകയാണ്. വേറെ ഒരു അജണ്ടയില്ല. നാളെയാണ് UDFന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ. UDFന്റെ പ്രധാന നേതാക്കൾ നേരിട്ടാണ് നിലമ്പൂരിൽ പ്രചാരണം ഏകോപിപ്പിക്കുന്നത്. ടീം 24 നിലമ്പൂർ. അനിശ്ചിതത്വങ്ങൾക്കിടെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു BJP. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവും നിലമ്പൂർ സ്വദേശിയുമായ അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് NDAയുടെ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമാണ് മോഹൻ ജോർജ് BJPയിൽ അംഗത്വമെടുത്തത്. നിലമ്പൂരിൽ മത്സരിക്കേണ്ട എന്ന അഭിപ്രായം BJPക്കും BDJSനും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചത്. 4 പതിറ്റാണ്ടായി വിവിധ കേരള കോൺഗ്രസ് പാർട്ടികളിൽ പ്രവർത്തിച്ച മോഹൻ ജോർജ് BJPയിൽ അംഗത്വമെടുത്തതും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ്. രാവിലെ സ്ഥാനാർത്ഥിത്വം, ഉച്ചയ്ക്ക് ശേഷം പാർട്ടി അംഗത്വം. വളരെ പോസിറ്റീവാണ് കാണുന്നത്. BJP ഒരു വലിയ പാർട്ടിയാണ്. ആ പാർട്ടി വളരെയേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്താണ്. കുറേയധികം പേര് വരും, വളരെയേറെ പേര് വരും. ഒരു സംശയവുമില്ല, വളരെയേറെ പേര് വരും. അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ തെളിയിച്ചു തരാം. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയായ മോഹൻ ജോർജ് നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളെന്നതും മോഹൻ ജോർജിനെ പരിഗണിക്കാൻ കാരണമായി. മോഹൻ ജോർജ് പാർട്ടിയെ നിർണായക ഘട്ടത്തിൽ ഒറ്റിയെന്ന് കേരള കോൺഗ്രസ് ജോസഫ് മലപ്പുറം ജില്ലാ ഘടകം കുറ്റപ്പെടുത്തി. എന്നാൽ പാർട്ടിയുമായി മോഹൻ ജോർജിന് ബന്ധമില്ല എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണം. ഈ നിമിഷം വരെ PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി മെമ്പർഷിപ്പ് അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്തിട്ടില്ല. അതേ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുമില്ല. പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കാത്ത ഒരാളിന് എങ്ങനെയാണ് പിന്നെ പാർട്ടി സ്ഥാനം കൊടുക്കുന്നത്? BJPക്ക് UDF ഡെപ്യൂട്ടേഷനിൽ നൽകിയ സ്ഥാനാർത്ഥിയാണ് മോഹൻ ജോർജ് എന്ന് കേരള കോൺഗ്രസ് M പരിഹസിച്ചു. 24 നിലമ്പൂർ. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുകയാണ്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കുക, സിലബസിന് പുറമേയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുക, സ്കൂളുകളിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കുക തുടങ്ങി നിരവധി മാറ്റങ്ങളോടെയായിരിക്കും തുടക്കം. മുൻവർഷങ്ങളിൽ പരാതി ഉയർന്ന സാഹചര്യത്തിൽ +1 സീറ്റ് അധികമാക്കും. മലപ്പുറത്തും അധിക സീറ്റുകളുണ്ടാകും. ഇന്നത്തെ കണക്കൂട്ടലനുസരിച്ച് +1 സീറ്റിന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല. മിച്ചം വരെയുള്ളൂ. ചില ജില്ലകളിൽ കൂടുതൽ മിച്ചം വരും. ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ ഇപ്പോഴും ഒന്നും ഒരു പരാതിയും കേട്ടില്ലല്ലോ, ഒന്നുമില്ല. ആദ്യമേ തന്നെ നമ്മൾ വർദ്ധിപ്പിച്ച ബാച്ചിന്റെ സീറ്റിന്റെ എണ്ണം വച്ചുകൊണ്ട് തന്നെ ഇത് ഇട്ടു. നമ്മൾ അതിന്റെ സീനിയോറിറ്റി ഇട്ടു. മലപ്പുറം ജില്ലയിൽ തന്നെ സീറ്റ് മിച്ചമാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. അപകടങ്ങൾ മുന്നിൽ കണ്ട് സ്കൂൾ കെട്ടിടങ്ങൾക്കും സ്കൂൾ ബസ്സുകൾക്കും ഫിറ്റ്നസ് നിർബന്ധമാക്കി. സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും മെഡിക്കൽ വെരിഫിക്കേഷനും നിർബന്ധം. സ്കൂൾ ബസ്സിൽ പിന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, സ്കൂളിൻ്റെ ഫിറ്റ്നസ് വേണം. ഡ്രൈവർമാരുടെ
മെഡിക്കൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അക്കാര്യങ്ങളെല്ലാം നമ്മൾ ഏതാണ്ട് 100ഓളം വരുന്ന കാര്യങ്ങൾ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ സ്കൂളിൽ നിന്ന് ടിക്ക് ചെയ്ത് വാങ്ങുകയാണ്. ടിക്ക് ചെയ്ത് DOമാർ AIOമാർ മുഖാന്തരം വാങ്ങുകയാണ്. നാളെ സ്കൂൾ തുറക്കുമ്പോൾ പ്രവൃത്തി സമയവും കൂടും. അരമണിക്കൂർ വർദ്ധിച്ച് രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് പ്രവൃത്തി സമയം. 44 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെയാണ് ഇത്തവണ പുതുതായി സ്കൂളിലേക്ക് പ്രതീക്ഷിക്കുന്നത്. പാഠപുസ്തകങ്ങൾക്കപ്പുറത്ത് സാമൂഹിക വിഷയങ്ങളും വ്യക്തിത്വ വികസനത്തിനുള്ള ക്ലാസുകളുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ആദ്യം നൽകുക. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വൻ കൃഷിനാശം. 218 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക കണക്ക്. കാലവർഷം ആരംഭിച്ചതിനു ശേഷം 8 ദിവസം മാത്രം പെയ്ത മഴയിൽ സംസ്ഥാനത്തുണ്ടായത് വൻ കൃഷിനാശം. പ്രാഥമിക കണക്കെടുപ്പിൽ മാത്രം 218 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. 14,000 ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചത് മൂലം 86,000 കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടായി. വെള്ളം കയറിയ കൃഷിഭൂമി ഇതിലും കൂടുതലാണ്. വാഴകൃഷിയാണ് ഏറ്റവും അധികം മഴ ബാധിച്ചത്. വീശിയടിച്ച കാറ്റിൽ പലയിടത്തും വാഴകൾ നിലം പതിച്ചു. വെള്ളമിറങ്ങിയതിനു ശേഷം മാത്രമേ കൃഷിനാശത്തിന്റെ പൂർണ്ണമായ കണക്ക് ശേഖരിക്കാൻ കഴിയൂ. വെള്ളക്കെട്ടിറങ്ങിയാൽ മാത്രമേ നെൽകൃഷിയുടെ നഷ്ടം വിലയിരുത്താനാവൂ. പൂർണ്ണ കണക്ക് ശേഖരിച്ചാൽ നഷ്ടത്തിന്റെ വ്യാപ്തി ഇനിയും കൂടുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ കൃഷിവകുപ്പിൽ രജിസ്റ്റർ ചെയ്ത കണക്കു മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. മഴ പൂർണ്ണമായും മാറിയതിനു ശേഷം കൃഷിവകുപ്പ് വിശദ പരിശോധന നടത്തും. നഷ്ടപരിഹാരം നൽകുന്നതിൽ പൂർണ്ണ കണക്ക് പുറത്തു വന്നതിനു ശേഷമാകും തീരുമാനമെടുക്കുക. 24 തിരുവനന്തപുരം. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.